കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്നുള്ള സിനിമ വളരെ ഫേവറേറ്റ് ആയിരുന്നു. ഭയങ്കര ഇഷ്ടമുള്ള സിനിമ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ്. അപ്പോൾ അതിലെ സിമ്രാൻ ചെയ്തതുപോലെ ഒന്ന് ചെയ്യണം എന്നുള്ളത് വലിയൊരു ലോങ് ടൈം ആഗ്രഹം. അതിന്റെ ഒരു വേറൊരു അക്കംപ്ലിഷ്മെന്റ് അങ്ങനെ കരുതാൻ പറ്റുമോ വെറുതെ? ആ കഥാപാത്രമായിട്ട് ബന്ധമില്ല, പക്ഷെ ഇറ്റ്സ് അനദർ ഫ്രഷ് ഡ്രീം റോൾ എന്ന് പറയാൻ പറ്റും. ആ സിനിമയ്ക്ക് ഒരു ഫ്ലേവർ ഉണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഫ്ലേവർ ഉണ്ട്. അതെ, അപ്പോ അതേപോലെ വേറെ കൈൻഡ് ഓഫ് ഫ്ലേവർ ആയിരിക്കും സിനിമയിൽ ഉണ്ടാവുക. ദർശനയുടെ ഫിൽമോഗ്രഫി എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ പുരുഷപ്രദത്തിൽ ഒരു മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള വില്ലിയുണ്ട്, ജയ ജയ ഹേയില് ആളുകൾ എടുത്തിട്ടടിക്കുന്ന നായികയുണ്ട്. ഇത് ദർശനയും കൂടെ ഇരുന്നിട്ട് എന്തെങ്കിലും ലെയർ ആഡ് ചെയ്യുന്നുണ്ടോ? ഐ തിങ്ക് അത്രയും ലെയേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴേ എനിക്ക് എക്സൈറ്റ്മെന്റ് തോന്നാറുള്ളൂ. അപ്പൊ ഇതൊന്നും ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്ത മാനിപ്പുലേഷനും വീഡിയോ ഒന്നും അല്ല ആക്ച്വലി. ജസ്റ്റ് ദാറ്റ് എൻ്റെ അടുത്തേക്ക് വരുമ്പോ അങ്ങനെ ലെയേഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അത് എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട് അത് എൻഹാൻസ് ആവുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ ഇറ്റ്സ് മോസ്റ്റ്ലി ദ റൈറ്റേഴ്സ്, ദ ഡയറക്ടർ. കുറെ കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഒരു മാൻഹുഡിനെ പറ്റിയിട്ട് ഒരു സ്ത്രീ, റൈഫിൾ ക്ലബിൽ ഒരു സീനുണ്ട്, വിജയരാഘവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതിനെപ്പറ്റി പറയുന്നത്. കുറെ കാലമായിട്ട് നമ്മൾ ഈ പുരുഷന്മാരെ കമന്റ് ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. പക്ഷെ സ്ത്രീ ഒരു പുരുഷന്റെ എന്താ പറയാ ഒരു മാൻഹുഡ് കണ്ടിട്ട് പിന്നെ അതൊരു അനിമലാണ് കമന്റ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഒരു ഫ്രഷ് സീനാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത് ചെയ്യുമ്പോഴുള്ള ഫൺ എന്തായിരുന്നു? അത് ചെയ്യുമ്പോഴുള്ള തോട്ട് പ്രോസസ് എന്തായിരുന്നു? പർദ്ദയിൽ ആക്ച്വലി ആ ക്യാരക്ടർ എനിക്ക് ഭയങ്കര എൻ്റെ തോട്ട് പ്രോസസ്സുമായിട്ട് സിമിലറേ അല്ല. എന്താ പറയാ, ഒരു ഇങ്ങനെ ഒരു വുമണിന് വരുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വാട്ട് ഓൾ ഷീ ഹാസ് ടു ഫൈറ്റ്, അതെങ്ങനെ നാവിഗേറ്റ് ചെയ്യുന്നു, അതെങ്ങനെ ഫൈറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഫോർ ആമി, ആമിക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും ഒരു മാൻ കാരണമാണ്, അല്ലെങ്കിൽ മാൻ ഹേറ്റർ ആണ് കുറച്ച്. ലൈക്ക് ഷീ ഈസ് മോർ ലൈക്ക് ഐ ഷുഡ് ബിക്കം എ മാൻ സോ ദാറ്റ് ഇതൊന്നും ഉണ്ടാവില്ല എനിക്ക്. വുമൺ ആയിട്ടിരുന്ന അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവും. സോ ലെറ്റ് മീ ഡു ഇറ്റ് ദിസ് വേ. ഞാൻ അങ്ങനെയല്ല. അപ്പോൾ ഐ ഫീൽ ലൈക്ക് അപ്രോച്ചസ് വൈസ് ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. വേറെ ഒട്ടും ബിലീവ് ചെയ്യാത്ത അല്ലെങ്കിൽ ഒട്ടും നമ്മൾ വിശ്വസിക്കാത്ത കുറച്ച് തോട്ട്സ് ആൻഡ് ബിലീവ്സ് കൺവിൻസിംഗ്ലി പ്ലേ ചെയ്യാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ ഫോർ ഹെർ ഇറ്റ്സ് അബൌട്ട് വൈ, എന്തുകൊണ്ട് ഇങ്ങനെ ആയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈ ഷീ എ മാൻ ഹേറ്റർ, വൈ ഡസ് ഷീ ലൈക്ക് എന്താ ഇങ്ങനെയാണ് ഫൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഐ ഹാവ് ടു ബി ഓൺ ടോപ്പ് ബൈ പുട്ടിങ് അതർ പീപ്പിൾ ഡൗൺ, അല്ലെങ്കിൽ വൈ ഇങ്ങനെ ഒരു കുട്ടിയോട് എന്തിനാ ഇത്രയും പുച്ഛം. ഇറ്റ്സ് ദേഴ്സ് ഓൾ എന്താ പറയുക ഒരു ഡിഫെൻസ് മെക്കാനിസം ആണ് ഈ കുട്ടിക്ക്, ആമിക്ക്. അപ്പൊ അത് എക്സ്പ്ലോർ ചെയ്ത് അത് ഓണസ്റ്റ്ലി ചെയ്യുക. അത് ഓൾസോ ത്രൂ ദ ഫിലിം അതിനൊരു ആക്കുണ്ട്, അതെങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ അത് ആമിയുടെ കുറെ പർദ്ദകളുണ്ട്. അപ്പൊ അത് ഡിസ്കവർ ചെയ്ത് അതെങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര എക്സൈറ്റിംഗ് ജേർണി ആയിരുന്നു. അപ്പൊ എനിക്ക് ഈ സീൻസ് ഒക്കെ ആണുങ്ങളെ കുറെ തെറിയൊക്കെ വിളിച്ച് അങ്ങനെയൊക്കെ കുറെ എന്റെ ഇതില് കുറെ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നുണ്ട് ആമി ഇൻ ദി ഐഡിയ ഓഫ് ഹെർ ഐഡിയ ഓഫ് ഫെമിനിസം ഓർ ഹെർ ഐഡിയ ഓഫ്. അപ്പൊ എനിക്ക് അതില് പ്ലേ ചെയ്യാൻ ഭയങ്കര ഫണ്ണായിരുന്നു. ഓവർ ദി ഇയേഴ്സ് ഇപ്പൊ ഫെമിനിസത്തിന്റെ ഒരു ഡെഫിനേഷൻ പല പല ഘട്ടങ്ങളിലായിട്ട് മാറിയിട്ടുണ്ട്. അതിനെ തീവ്രമായിട്ട് എതിർക്കുന്നവരെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അതിന്റെ അപ്പുറത്ത് അതിന്റെ ഐക്കണായിട്ട് കാണുന്ന കുറെ ആളുകളുണ്ട്, ഇപ്പോഴും ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവാത്ത പെർപ്ലക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ പലപ്പോഴും ഇത് ഭയങ്കര ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ഒക്കെ ആയിട്ട് ആളുകൾ എടുക്കുന്നത്. പക്ഷെ ഇതൊരു ബേസിക് സംഭവമാണ്, അതായത് ഒരാൾക്കുള്ള ബേസിക് മര്യാദയിൽ നിന്ന് തുടങ്ങുന്നതാണ്. പറയേണ്ട സിറ്റുവേഷൻ വരരുത്. നമ്മൾ ഫെമിനിസം എന്നൊരു ടേം ഉണ്ടാക്കേണ്ട സിറ്റുവേഷൻ ലോകത്തില്ലായിരുന്നെങ്കിൽ പിന്നെ പ്രശ്നമില്ലായിരുന്നല്ലോ. റൈറ്റ്സിനെ ഈക്വൽ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുകയും രണ്ട് ജെൻഡറിനെ ഒരേപോലെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ ഒരു വാക്ക് തന്നെ വരേണ്ടിയിരുന്നില്ല. സോ അതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ഇതിൽ നമ്മൾ എല്ലാവരും ആക്ച്വലി ഫെമിനിസ്റ്റ്, ബിക്കോസ് നമ്മൾ ഫെമിനിസ്റ്റ് സെയിങ് വി ഷുഡ് ഓൾ ഹാവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റൈറ്റ്സ്. അപ്പോൾ അതില് ഐ ഡോണ്ട് തിങ്ക് മോസ്റ്റ് പീപ്പിൾ ഹു ആർ സെയിങ് ഐ എം നോട്ട് എ ഫെമിനിസ്റ്റ് അവർക്ക് എന്താണെന്ന് അറിയാതെ ആയിരിക്കും പറയുന്ന, അല്ലെങ്കിൽ വൈ ആർ വി ഓൾ ഇൻ വൺ വേൾഡ് ടുഗദർ അല്ലെ. ഇറ്റ്സ് റിയലി ഒബ്നോക്ഷ്യസ് ടു മീ ദാറ്റ് ഇപ്പോഴും നമുക്ക് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഇസ് വെരി സ്ട്രേഞ്ച് ടു മീ. ഇപ്പം അനുപമ ഇവിടെ ഇല്ലാതിരുന്ന ഒരു 10 വർഷങ്ങളിൽ മലയാള സിനിമ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പം ആണ് ഒരു മെന്റർഷിപ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ ലീഡർഷിപ്പായിട്ടും
ഇപ്പോൾ സ്ത്രീ അവിടെ ലീഡർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ അത് റൂഡാവുകയും ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് WCC ഉൾപ്പെടെയുള്ള ഇടപെടലുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻഡസ്ട്രി ആണല്ലോ നിൽക്കണ്ടായിരുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഇത് ശ്രദ്ധിക്കണ്ടായിരുന്നു. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ മലയാളം, കേരളം എന്ന് പറയുന്നത് എൻ്റെ നാടാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരു ബേസിക് അവയർനെസ് ഉണ്ട്. ഐ ഫീൽ റിയലി നൈസ്. അതായത് പല ആൾക്കാരും ഫേസ് ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഇതേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടാവണമെന്നില്ല, പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാവുന്നുള്ളത് സത്യമാണത്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി അങ്ങനെ സംഘടനകൾ ഉണ്ടാവുന്നതും അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ ഒപ്പീനിയൻ നമുക്ക് വോയിസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റഡ്. അതൊരു ഗുഡ് കോസിന്. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. അതായത് ഈ പറഞ്ഞ പോലെ തന്നെ ആ ടേം എന്താണെന്ന് അറിയാതെ അതിനെ ബിഹേവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനെ മനസ്സിലാക്കി നല്ലൊരു കോസിന് വേണ്ടി എല്ലാവർക്കും സമാധാനം, സന്തോഷം ഉണ്ടാവണം. അതായത് ലെറ്റ് ലിവ് എന്നുള്ള പോളിസിയുള്ള ആൾക്കാരുണ്ട്. അവർ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. അത് നല്ല കാര്യമാണ്. 2024 രണ്ട് സ്ത്രീകൾ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ 2 സിനിമകൾ വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും പോൾസിൽ നിൽക്കുന്ന സിനിമ. ഒന്ന് ലാപ്പത്ത ലേഡീസും ഒന്ന് സബ്സ്റ്റൻസും ആണ്. രണ്ടും എവിടെന്നോ ഒരു സ്ത്രീയുടെ ലൈഫ് തുടങ്ങുന്നു. അതിന് കംപ്ലീറ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. 2 രീതിയിൽ അത് പോയി അവസാനിപ്പിക്കുന്നത്. പർദ്ദയിൽ അങ്ങനെ ഒന്നുണ്ടോ? അതായത് 90 ഡിഗ്രിയിൽ തുടങ്ങിയിട്ട് 360 ഡിഗ്രിയിൽ പോയി അവസാനിക്കുന്ന അവസ്ഥയുണ്ടോ? കുറച്ചങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയാം. പക്ഷെ ഞാൻ ഫുൾ ആയിട്ട് പറഞ്ഞ നമുക്ക് അത് പറ്റില്ല. അതെ, നമുക്ക് ഫുൾ ആയിട്ട് 3 ക്യാരക്ടേഴ്സിനും അങ്ങനെ ഒരു ആക്കുണ്ട്, ഒരു ട്രാവൽ ഉണ്ട്. അപ്പോ ഐ തിങ്ക് അത് ഇവരുടെ എന്താ സ്പെസിഫിക്കലി ആർക്സ് എന്താ, ക്യാരക്ടേഴ്സ് എന്താന്ന് ഐ ഫീൽ ലൈക്ക് കാണുമ്പോ ഇത് സുബുവിന്റെ മാത്രം വേയിലല്ല, സുബുവിന്റെ മാത്രം പർദ്ദയല്ല, അമ്മിയുടെ പർദ്ദയും സംഗീതയുടെ പർദ്ദയും പല ആൾക്കാരുടെ പർദ്ദകളെ കുറിച്ച് സംസാരിക്കുന്ന സിനിമയാണ്. ഇപ്പൊ വിമൻ ക്യാരക്ടേഴ്സ് എഴുതുന്ന സമയത്ത് ഞാൻ മീര നായർ എന്നുള്ള പോയറ്റിനോട് സംസാരിക്കായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ കൊമേഴ്ഷ്യൽ സിനിമയുടെ അകത്ത് സ്ത്രീകൾ ഭയങ്കര ബോറിംഗ് ആണ്. ഇനി അത് എന്തെങ്കിലും രീതിയിലൊന്ന് മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇനിയും ചിലപ്പോൾ ഒരു 19 വർഷം കൂടി ട്രാവൽ ചെയ്താലേ ചിലപ്പോൾ നമുക്ക് ഇനി ഒരു ഗോൺ ഗേൾ കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഇപ്പൊ റൈറ്റേഴ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് ആയിട്ടോ സംസാരിക്കുമ്പോൾ ഇതിങ്ങനെയല്ല, ഇത് തന്നെയല്ല എല്ലാ സിനിമകളും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെ സംസാരിക്കുന്ന ഒരു സമയം ഘട്ടമുണ്ടോ? അറിയാം പലർക്കും. ഇപ്പൊ എന്നെ ഇപ്പൊ ലൈഫിൽ ഔട്ട്സൈഡ് കാണുന്ന ഒരു ആള്, ഐ ഫീൽ ലൈക്ക് നമ്മുടെ ഒരു ഫാസറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി ഒട്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല പെണ്ണുങ്ങൾക്ക്. ഒരു റൈറ്റിംഗ് വൈസ് അങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നതാണ്. അതിൽ നമുക്ക് മാക്സിമം ചെയ്യാവുന്നത് ചെയ്യുന്നു എന്നല്ലാതെ ലോട്ട് ഓഫ് ഡയറക്ടേഴ്സ് ആർ ഓൾസോ ലൈക്ക് ഈ അല്ലെങ്കിൽ ഒരു there's a wacky side എല്ലാം ഉണ്ടല്ലോ എല്ലാവരുടെ ഉള്ളിലും. അപ്പൊ അതൊന്നും വിത്ത് വിമൻ ഐ ഫീൽ ലൈക്ക് പറഞ്ഞത് ശരിയാണ്, കുറച്ച് ബോറിംഗ് ആണ്. നമുക്ക് പ്രാന്ത് ഇപ്പൊ ഒരു ലൈക്ക് ആവേശത്തിൽ ഫഹദ് ലൈക്ക് ഹിസ് ഹാവിങ് എ പാർട്ടി. I can imagine so many of the women in our industry who can kill it അങ്ങനത്തെ ഒരു ക്യാരക്ടറിൽ. പക്ഷെ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതി കിട്ടുന്നില്ല പെണ്ണുങ്ങൾക്ക്. ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് വെരി റെയർ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഐ ഫീൽ ലൈക്ക് എനിക്ക് കൃഷാന്തിന്റെ വർക്കിൽ പോകുമ്പോഴൊക്കെ നോട്ട് ജസ്റ്റ് എൻ്റെ ക്യാരക്ടേഴ്സ് അല്ല, ഇപ്പോ കൃഷാന്ത് ഇതേപോലെ പ്ലേസ് ചെയ്യുന്നത് നമ്മളെ കണ്ട് വെച്ചിരിക്കുന്ന ഒരു ഏരിയയിലല്ല, പെട്ടെന്ന് വേറെ എന്തോ ഒരു സ്പേസിലേക്കൊക്കെ കൊണ്ടിടും. അങ്ങനെ ഇടുമ്പോഴാണല്ലോ നമ്മളും പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളും ഇത് പുഷ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ലിമിറ്റ്സ് കുറച്ച് ട്രൈ ചെയ്യുന്നതും. അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ഇടാത്തൊരു സ്പേസിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃഷാന്തിനെ പോലത്തെ ഒരു ഡയറക്ടർ ഭയങ്കര രസമാണ് വർക്ക് ചെയ്യാൻ. ഇപ്പൊ വരുന്ന കുറെ വർക്കില് ഐ ഹവ് സീൻ ദ വിമൻ ഗോ ലിറ്റിൽ ക്രേസി ആൻഡ് അത് ഭയങ്കര രസമാണ്, ഭയങ്കര ഫണ്ണാണ്. അപ്പൊ ഈവൻ ഇപ്പൊ 4 സംഘം എന്ന് പറഞ്ഞ സീരീസിൽ ഞാൻ വർക്ക് ചെയ്തു. അതും കുറച്ചേ ഉള്ളൂ, ബട്ട് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ. ഔട്ട് ഓഫ് ദ ഫാക്ട് ദാറ്റ് സെയിം തിങ്. ഇപ്പൊ എന്നെ ഇമാജിൻ ഇപ്പൊ പുരുഷപ്രേതം ആയാലും എന്നെ ഒട്ടും എന്താ പറയുക കുറെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന, ഭയങ്കരമായിട്ട് എംപത്തൈസ് ചെയ്യുന്ന വിമനാണ് മോസ്റ്റ്ലി പ്ലേ ചെയ്തിരിക്കുന്നത്. അതിനെ കാണുമ്പോൾ തന്നെ പാവം തോന്നണം, കാണുമ്പോൾ തന്നെ ബിലീവ് ചെയ്യണം, റൂട്ട് ചെയ്യണം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ് എല്ലാം. അതിൽ പോയിട്ട് ഒരു കനൈവിങ് എന്താ പറയാ മെനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ പ്ലേ ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഡയറക്ടർ ആലോചിക്കണമല്ലോ, ഇങ്ങനത്തെ ഒരു കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചാലല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഐ കംപ്ലീറ്റ്ലി അഗ്രി ദാറ്റ് വിമനെ എഴുതുന്നത് കുറച്ച് ബോറിംഗ് ആണ്. അതിന്റെ ഉള്ളിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, ബട്ട് ദർ ഇസ് മോർ ടു ഇറ്റ്. അത് കുറേം കൂടി എക്സ്പാൻഡ് ചെയ്താൽ ഇപ്പോൾ ലോട്ട്സ് ഓഫ് മൈ ഫ്രണ്ട്സ് ഇപ്പൊ തിയേറ്റർ ചെയ്യുന്നത്, ഇപ്പൊ കനി, ദിവ്യ, ശാന്തി, ഞങ്ങളൊക്കെ അശ്വതി, ഇവരൊക്കെ ഞങ്ങൾ ഒരുമിച്ച് തിയേറ്റർ ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരെയൊക്കെ നമ്മൾ കണ്ടിരിക്കുന്ന കുറച്ച്
കുറച്ച് സ്പേസസിലാണ്. പക്ഷെ അവരൊക്കെ നമ്മളിപ്പോ ഇംപ്രവൈസ് ചെയ്യും കുറെ, 1 മാസം 2 മാസം ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ പ്ലേ ചെയ്യും കുറെ, പ്ലേ ചെയ്താണ് ഞങ്ങൾ സാധനങ്ങൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ കാണുന്നതൊക്കെ എനിക്ക് കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവരെയൊക്കെ വെച്ചൊരു പടം പ്രൊഡ്യൂസ് ചെയ്ത അങ്ങനെ പലപ്പോഴും എനിക്കൊരു കാസ്റ്റ് ചെയ്തിരിക്കുന്നു. പക്ഷെ അങ്ങനെ സോ മെനി ഇൻട്രസ്റ്റിംഗ് വിമൻ ഇൻ ആർ ഇൻഡസ്ട്രി. സെപ്പറേറ്റ് ഇൻഡസ്ട്രി. ഞാൻ ഭയങ്കരമായിട്ട് ഗേൾസും അല്ലെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് അവരിലേക്ക് തന്നെ എത്തുന്നത് എങ്ങനെയാണ്? ഷീ ഈസ് ഒരു ഫിനോമിനൻ ആണ് അത്. ആൻഡ് ഇപ്പൊ പോലും ഇതൊക്കെ കണ്ടിട്ടും കനീനെ ഇതുവരെ ഐ ഡോണ്ട് തിങ്ക് ഇസ് ബീങ് യൂസ്ഡ്. ഇനിയുണ്ട്, ലൈക്ക് ഷീ ഈസ് വൺ ഫയർ ക്രാക്കർ. ഇപ്പൊ സ്റ്റേജിലൊക്കെ കാണുന്നതുണ്ടല്ലോ, വേറെ തന്നെ ഒരു സാധനമാണ്. അതൊന്നും ഞാൻ ഐ ഫീൽ ലൈക്ക് ഓൺ സ്ക്രീൻ ഐ ഹാവൻ സീൻ. ആൻഡ് ഐ എം റിയലി റൂട്ടിങ് ഫോർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം. ദിവ്യപ്രഭയ്ക്കൊക്കെ പ്രാന്താണ്, ബ്യൂട്ടിഫുൾ പ്രാന്താണ് അത്. ആൻഡ് ഐ ദിവ്യപ്രഭയ്ക്ക് പ്രാന്താണെന്ന് പറഞ്ഞു ദർശന. പക്ഷെ അങ്ങനെ എനിക്ക് ഐ വുഡ് ലവ് ടു ഡു എ മൂവി വിത്ത് ദിവ്യ ആൻഡ് മീ ഗോയിങ് ലൈക്ക് കുറച്ച്. ഐ തിങ്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു, പണ്ടത്തെ ക്യാരക്ടേഴ്സിൽ ഇപ്പൊ ഉർവശി ചേച്ചി പ്ലേ ചെയ്തത്, ഫിലോമിന, യുനോ കൽപ്പന, അങ്ങനത്തെ ഒക്കെ ക്യാരക്ടേഴ്സ് ഇപ്പൊ പ്ലേ ചെയ്യാൻ ഭയങ്കര ലിമിറ്റഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഭയങ്കര സോബർ ആൾക്കാരായിട്ട് ജീവിച്ചോണ്ട് പറ്റിക്കാണ് ആൾക്കാരെ.